യുക്യാറ്റ് പഠന പരമ്പരയിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. യുക്യാറ്റ് പഠന പരമ്പരയിൽ ഇന്ന് നമ്മോടൊപ്പമായിരിക്കുന്നത് പ്രശസ്ത ദൈവശാസ്ത്ര പണ്ഡിതനും തലശ്ശേരി അതിരൂപതയുടെ ആർച്ച് ബിഷപ്പും അതിലെല്ലാം ഉപരിയായി യുവജനങ്ങളുടെ പ്രിയ സുഹൃത്തുമായ അഭിവന്ദ്യ പാമ്പളാനി പിതാവാണ്. പിതാവിനെ ഈ പഠന പരമ്പരയിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ ഈ പഠന പരമ്പരയിൽ നമ്മോടൊപ്പം പങ്കുചേരുന്നത് വെള്ളരിക്കുണ്ട് ഫൊറോനയിലെ KCYM യുവജന സുഹൃത്തുക്കളാണ്. നിങ്ങളെല്ലാവരെയും ഈ പഠന പരമ്പരയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പിതാവെ, നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ വെളിപാടിനെ കുറിച്ചായിരുന്നു പറഞ്ഞ് അവസാനിപ്പിച്ചത്. പിതാവ് പൊതു വെളിപാടെന്താണ്, സ്വകാര്യ വെളിപാടെന്താണെന്ന് യുവജനങ്ങൾക്ക് അവരുടെ ചോദ്യങ്ങൾക്ക് മറുപടിയായി പിതാവ് നല്ല മനോഹരമായ ഈടുറ്റ ഉത്തരങ്ങൾ നൽകി. നമുക്ക് അതിനെക്കുറിച്ച് തന്നെ ഇവർക്ക് കുറച്ചുകൂടി സംശയങ്ങളുണ്ടെന്ന് മനസ്സിലാക്കുന്നു. നമുക്ക് അതിലേക്ക് തുടരാമെന്ന് തോന്നുന്നു. തീർച്ചയായും. ഇന്നത്തെ ആദ്യത്തെ ചോദ്യം ചോദിക്കുന്നത് ആരാണ്? മാനസയാണ് ഇന്നത്തെ ആദ്യത്തെ ചോദ്യം ചോദിക്കുന്നത്. നമുക്ക് മാനസ ഒന്ന് കേൾക്കാം. പിതാവേ, എൻ്റെ പേര് മാനസ. എൻ്റെ ചോദ്യം ഇങ്ങനെയാണ്: വിശ്വാസം എന്നത് യഥാർത്ഥത്തിൽ കൈമാറ്റം ചെയ്യപ്പെടുന്നതാണോ, അതോ അത് ഓരോ വ്യക്തിയുടെയും വ്യക്തിപരമായ വിഷയമാവേണ്ടതില്ലേ? അങ്ങയുടെ അഭിപ്രായം എന്താണ്? ഓക്കെ മാനസ, വിശ്വാസം കൈമാറ്റം ചെയ്യപ്പെടേണ്ടതാണോ അത് വ്യക്തിപരമായ ഒരു കാര്യമല്ലേ? ഇതാണ് ചോദ്യം അല്ലേ? യെസ്. മാനസ എന്താണ് ചെയ്യുന്നത്? ഞാൻ B.Ed ഫസ്റ്റ് ഇയർ സ്റ്റുഡൻ്റ് ആണ്. B.Ed എവിടെയാണ് പഠിക്കുന്നത്? തലശ്ശേരി ബ്രണ്ണൻ കോളേജ്. ബ്രണ്ണൻ കോളേജ് അല്ലേ? ഓക്കെ. എല്ലാ അറിവുകളും പലപ്പോഴും കൈമാറ്റം ചെയ്യപ്പെടുന്നു അല്ലേ? കാരണം നമ്മൾ ഇന്ന് അറിവിൻ്റെ അടിസ്ഥാനമായി കരുതുന്ന ഒട്ടനവധി കാര്യങ്ങൾ, ഏതെങ്കിലുമൊക്കെ ശാസ്ത്രജ്ഞർ കണ്ടെത്തിയ കാര്യങ്ങൾ അവർ അത് ആ തലമുറയ്ക്ക് പകർന്നു കൊടുത്തു. അവരിൽ നിന്നത് പിൻഗാമികൾക്ക് പകർന്നു കിട്ടി. ആ അറിവിൽ ചിലപ്പോൾ ചിലർ കൂട്ടിച്ചേർത്തിട്ട് കാണും. പക്ഷെ ആ അറിവാണ് പിൽക്കാലത്തേക്ക് കൈമാറ്റം ചെയ്യപ്പെടും അല്ലേ? ഇപ്പോൾ ലൂയി പാസ്ചർ പേപ്പട്ടി കടിയേറ്റാൽ വിഷബാധയ്ക്കുള്ള മരുന്ന് കണ്ടുപിടിച്ചു. അത് കണ്ടുപിടിക്കുന്നത് വരെയും മനുഷ്യൻ ഇളകി മരിക്കുമായിരുന്നു പേപ്പട്ടി കടിച്ച്. പക്ഷേ ഇന്ന് ആരും അങ്ങനെ മരിക്കേണ്ടി വരികയില്ല. സമയത്തും കാലത്തും കുത്തിവയ്പ്പെടുത്താൽ എല്ലാവരും രക്ഷപ്പെടും. ലൂയി പാസ്ചർ എന്ന ആ ഒരു അത്ഭുത മനുഷ്യൻ അതിൻ്റെ മരുന്ന് കണ്ടുപിടിച്ചു. ആ അറിവ് തലമുറകളിലേക്ക് കൈമാറ്റപ്പെടുകയാണ്. ഇന്നുള്ള നമ്മളാരും കണ്ടുപിടിച്ചതല്ല മരുന്ന്. അദ്ദേഹം കണ്ടുപിടിച്ച ആ മരുന്ന് നമ്മൾക്ക് കൈമാറി കിട്ടുക. ഐസക് ന്യൂട്ടൻ ഗുരുത്വാകർഷണ നിയമം കണ്ടുപിടിച്ചു. ആ നിയമം വാസ്തവത്തിൽ പിന്നീട് ഉണ്ടായ എല്ലാ ശാസ്ത്ര പുരോഗതിക്ക് പിന്നിലും ഈ ന്യൂട്ടൻ്റെ ചലന നിയമങ്ങൾ ബാധകമാണ് എന്ന് നിങ്ങൾക്കറിയാം അല്ലേ? അതായത് ഞാൻ പറഞ്ഞു വരുന്നത് അറിവുകൾ തലമുറകളിലൂടെ കൈമാറപ്പെടുന്നത്. ശരിക്കും ഈ ദൈവിക വെളിപാടുകളും വെളിപാടിനോടുള്ള പ്രത്യുത്തരമായ വിശ്വാസവും വാസ്തവത്തിൽ ഈ അറിവിൻ്റെ മറ്റൊരു വാതായനമാണ് എന്ന് ഞാൻ പറഞ്ഞു അല്ലേ? യുക്തി കൊണ്ടറിയാം, അതുപോലെ അനുഭവങ്ങളിൽ നമ്മൾ പലത് പഠിക്കുന്നുണ്ട്, അതുപോലെ വെളിപാടുകളിലൂടെ നമുക്ക് പല അറിവുകൾ ലഭിക്കുന്നു. ഇവയൊക്കെയും കൈമാറ്റം ചെയ്യപ്പെടുന്ന അറിവുകളാണ്. ഈ കൈമാറ്റം ചെയ്യപ്പെടുന്നത് അതിൽ തന്നെ ഒരു ദോഷമായ കാര്യമല്ല. കൈമാറ്റം ചെയ്യപ്പെടേണ്ടത് അതിൻ്റെ സ്വഭാവത്തിന് തന്നെ ആവശ്യം. പൊട്ടാസ്യം സയനൈഡ് കഴിച്ചാൽ മരിക്കും അല്ലേ? ആരെങ്കിലും കഴിച്ചു നോക്കിയിട്ടാണോ അത് പറയുന്നത്? നിങ്ങൾ ആരെങ്കിലും കഴിച്ചോ? ഇല്ല. അതെങ്ങനെയാണ് നിങ്ങൾക്ക് ആ അറിവ് പകർന്നു കിട്ടിയത്? അത് പരമ്പരാഗതമായി ആരോ കണ്ടെത്തിയ അനുഭവത്തിലൂടെ ഇത് കഴിച്ചവർ മരിച്ചതിൻ്റെ വെളിച്ചത്തിൽ കണ്ടെത്തിയ ഒരു അറിവാണ് വാസ്തവത്തിൽ പൊട്ടാസ്യം സയനൈഡ് കഴിച്ചാൽ മരിക്കും. അപ്പോൾ നിങ്ങൾ നോക്കിയേ, ഈ അറിവുകൾ കൈമാറ്റം ചെയ്യപ്പെടും. വിശ്വാസം എന്നത് ദൈവിക വെളിപാടിനോടുള്ള പ്രത്യുത്തരമാണെങ്കിൽ അതും അതിസ്വാഭാവിക ജ്ഞാനത്തിൻ്റെ ഭാഗമാണ്. അതും കൈമാറ്റം ചെയ്യപ്പെടുന്നതിൽ എന്താണ് കുറ്റം? നമ്മൾ വിശ്വാസത്തെ
എന്തോ വേണ്ടാത്ത ഒരു സംഗതിയായിട്ട് ചിന്തിക്കുമ്പോൾ, ചിത്രീകരിക്കുമ്പോൾ അത് കൈമാറ്റം ചെയ്യപ്പെടേണ്ട കാര്യമൊന്നുമില്ല. ഓരോരുത്തരും അന്വേഷിച്ച് കണ്ടുപിടിക്കട്ടെ, കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ മാത്രം വിശ്വസിച്ചാൽ മതി. അങ്ങനെ ചില പാഠപുസ്തകങ്ങൾ തന്നെ സർക്കാരിൻ്റെ മേൽനോട്ടത്തിൽ ഇറങ്ങി. മതമില്ലാത്ത ജീവൻ എന്നൊക്കെ പറഞ്ഞൊരു പാഠം, വളരെ വിവാദം സൃഷ്ടിച്ച ഒരു പാഠം ഉണ്ടായിരുന്നു. അവിടെ ഉപയോഗിക്കുന്ന തത്വചിന്ത എന്ന് പറയുന്നത് ഈ അബദ്ധ തത്വചിന്തയാണ്. ഏതാണ്? ഒരു വിശ്വാസവും കുഞ്ഞുങ്ങളെ പഠിപ്പിക്കരുത്, കുഞ്ഞുങ്ങൾക്ക് ഒരു വിശ്വാസവും പകർന്നു കൊടുക്കരുത്, കൊച്ചു തന്നെ അന്വേഷിച്ച് കണ്ടെത്തി പ്രായപൂർത്തിയാകുമ്പോൾ മതം വേണമെങ്കിൽ എടുത്തോട്ടെ, വേണ്ട, അങ്ങനെ ജീവിച്ചാൽ മതി എന്ന് ചിന്തിക്കുന്ന ചില അബദ്ധ സിദ്ധാന്തക്കാരുണ്ട്. പക്ഷേ അവരെല്ലാവരും മനസ്സിലാക്കേണ്ടതുണ്ട്, ഒരറിവും ഒരു വ്യക്തി സ്വയമേവ അന്വേഷിച്ച് എന്ന് കണ്ടെത്തുന്നതല്ല, മറിച്ച് എല്ലാ അറിവുകളും എന്ന് പറയുന്നത് വിവിധ തലമുറകളിലൂടെ, വ്യക്തികളിലൂടെ നമുക്ക് കൈമാറി കിട്ടുന്ന സത്യങ്ങളാണ്, അല്ലേ? ഇംഗ്ലീഷ് ഗ്രാമർ നിങ്ങളാണ് കണ്ടുപിടിച്ചത്? ഇംഗ്ലീഷ് ഗ്രാമർ അല്ലേ? നിങ്ങൾ കണ്ടെത്തിയ സാധനമാണോ ഇംഗ്ലീഷ് ഗ്രാമർ? അല്ല. നമ്മുടെ അച്ഛൻ ഒരു ഇംഗ്ലീഷ് പണ്ഡിതനാണ്. അദ്ദേഹം ഇംഗ്ലീഷിലാണ് ഉപരിപഠനം നടത്തിയത്. ഇംഗ്ലീഷ് ഗ്രാമർ എന്തുകൊണ്ടാണ് ഐ എന്ന് പറയുന്നത് സിംഗിളാണ്, അല്ലേ? പക്ഷെ എന്തിനാണ് ഐ ആം എന്ന് പറയുന്നത്? എന്തിനാണ് യു സിംഗിളായിരിക്കുമ്പോഴും യു ആർ എന്ന് പറയുന്നത്? എല്ലാവർക്കും വല്ല ഉത്തരവുണ്ടോ? അതിന് വല്ല യുക്തിയുണ്ടോ? ഉണ്ടോ? ഇല്ല. അതങ്ങനെയാണ്. അത് കൂടുതൽ ഉത്തരം പറയാൻ നിങ്ങളെ കൊണ്ട് പറ്റുമോ? എന്തുകൊണ്ടാണ് ഐ വരുമ്പോൾ വെർബ് ആം എന്നാക്കുന്നത്? എന്തിനാ? ആർക്കറിയാം? അങ്ങനെ പണ്ട് മുതലേ ആളുകൾ അങ്ങനെ ഉപയോഗിച്ചുകൊണ്ടിരുന്നു, അങ്ങനെ അതിപ്പോഴും ഉപയോഗിക്കുന്നു, അല്ലേ? അതായത് പരമ്പരാഗതമായി കൈമാറ്റം ചെയ്യപ്പെടുന്ന ചില പൊതുധാരണകളാണ് പിന്നീട് ജീവിതത്തിൻ്റെ പ്രമാണങ്ങളായി മാറുന്നത് എന്ന് ഏത് ഭാഷയുടെയും ഗ്രാമർ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും, അല്ലേ? അത് ഒരു സത്യമാണ്. ഈ ഗ്രാമറിന് എല്ലാം ഒരേ നിയമത്തിലല്ല, ആ നിയമങ്ങൾ എക്സെപ്ഷൻ ഗ്രാമർ ഉണ്ട് എന്നുള്ളത് സത്യമാണ്. ഇപ്രകാരം നമ്മൾ ഓരോ ജ്ഞാനത്തെയും കുറിച്ച് ചിന്തിച്ച് കഴിയുമ്പോൾ മനസ്സിലാകും അത് കൈമാറ്റം ചെയ്യപ്പെടുന്നു. പിന്നെന്തിനാണ് ദൈവവിശ്വാസത്തെക്കുറിച്ച് മാത്രം അത് സ്വയമേവ അന്വേഷിച്ച് കണ്ടെത്തിയിട്ട് വേണമെങ്കിൽ എടുത്താൽ മതി എന്നൊരു നിയമം ഉണ്ടാക്കുന്നത്? അങ്ങനെയല്ലല്ലോ. ബാക്കി എല്ലാ അറിവിനെ സംബന്ധിച്ചും ഈ ഒരു പരസ്പരമുള്ള കൈമാറലുണ്ട് എന്നുള്ളത് നിത്യജീവിതം നമ്മളെ പഠിപ്പിക്കുന്ന സത്യമല്ലേ? ശരിയല്ലേ? പിന്നെന്താണ് ദൈവവിശ്വാസത്തെക്കുറിച്ച് മാത്രം ഇങ്ങനെ ഒരു പിടിവാശി പലരും പറയുന്നത്? അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും അതിനകത്തൊരു യുക്തി ഭംഗമുണ്ട്, ശരിയല്ലേ? അതായത് ദൈവീക കാര്യങ്ങളെക്കുറിച്ച്, വിശ്വാസത്തെക്കുറിച്ച് പറയുമ്പോൾ അവൻ ഓരോരുത്തരും സ്വയം അന്വേഷിച്ച് കണ്ടെത്തണം. അത് മാതാപിതാക്കൾ പകർന്നു കൊടുക്കാൻ പാടില്ല, മറ്റാരും അത് പകർന്നു കൊടുക്കാൻ പാടില്ല. അവൻ പകർന്നു കൊടുക്കുന്നതെല്ലാം വഴിതെറ്റിക്കലാണ്. അതവൻ സ്വയം അന്വേഷിച്ച് കണ്ടെത്തണം. ബാക്കി എല്ലാ അറിവുകളും അവൻ മറ്റുള്ളവരെ ആശ്രയിച്ച് സമ്പാദിക്കുന്നത് ആണ് താനും. നമ്മൾ ഒരാൾ വ്യക്തിപരമായി മാത്രം അന്വേഷിച്ച് കണ്ടെത്തിയാൽ നമുക്കറിയാൻ പറ്റുന്നത് വളരെ വളരെ പരിമിതമായ കാര്യങ്ങളേ ഉള്ളൂ, അല്ലേ? കമ്പ്യൂട്ടർ അതെങ്ങനെ പ്രവർത്തിക്കുന്നതെന്നൊന്നും നമുക്കറിയത്തില്ല. പക്ഷേ ഡിലീറ്റ് കീയെ ഞെക്കിയാൽ അത് ഡിലീറ്റായി പോകുന്നുണ്ട് എന്ന് അതെങ്ങനെയാണ് സംഭവിക്കുന്നതെന്ന് നമുക്കറിയാം. അത് മറ്റാരുടെയോ അറിവും ജ്ഞാനവുമാണ്. അതവിടെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് നമ്മൾ പ്രയോജനപ്പെടുത്തുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പം നമ്മൾ നോക്കി എല്ലാ അറിവുകളും നമ്മൾ മുൻഗാമികളുടെ അറിവിൽ നിന്ന് പകർന്നെടുക്കുന്ന സത്യങ്ങളാണ്. സമ്മതിക്കുന്നില്ലേ നിങ്ങൾ? ഇല്ലേ? സമ്മതിക്കുന്നു. യെസ്. അതുപോലെയാണ് ഈ ദൈവീക ജ്ഞാനം. അത് ചിലപ്പോൾ നമ്മുടെ മാതാപിതാക്കളിൽ നിന്നായിരിക്കും നമുക്ക് പകർന്നു കിട്ടിയത്, ഗുരുജനങ്ങളിൽ നിന്നാകാം, വൈദികരിൽ നിന്നാകാം, സഭാധികാരികളിൽ നിന്നാകാം, അല്ലെങ്കിൽ വേദപാഠ ക്ലാസ്സുകളിൽ നിന്നാകാം. ഈ ഒരു വിശ്വാസത്തിൻ്റെ ആധാരങ്ങളായ സത്യങ്ങൾ നമുക്ക് പകർന്നു കിട്ടിയത് അത് മറ്റേതൊരു ജ്ഞാനവും പോലെ അതും കൈമാറ്റം ചെയ്യപ്പെടേണ്ടതാണ്. കൈമാറ്റം ചെയ്യപ്പെടാതിരിക്കുമ്പോഴാണ് അത് തെറ്റായിത്തീരുന്നത്. തീർച്ചയായിട്ടും പിതാവിൻ്റെ ഈ ഒരു മറുപടി ഒത്തിരി യുവജന സുഹൃത്തുക്കളുടെ ഒരു സംശയം തന്നെയായിരിക്കും. അതിനവരെ ഒരു കൃത്യമായൊരു ധാരണ അവർക്ക് ലഭിച്ചിട്ടുണ്ടാവും. നന്ദി പിതാവേ. താങ്ക് യു മാനസ. വിശ്വാസം കൈമാറ്റം ചെയ്യപ്പെടേണ്ടതാണെന്ന് തന്നെയാണ് പിതാവ് ഞങ്ങളെ ബോധ്യപ്പെടുത്തിയത്. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. അടുത്ത ചോദ്യം ചോദിക്കുന്നത് ആതിര. നമുക്ക് ആതിരയുടെ ചോദ്യം ഒന്ന് കേൾക്കാം.
പിതാവേ, എൻ്റെ പേര് ആതിര എന്നാണ്. എൻ്റെ ചോദ്യം ഇതാണ്: നമ്മുടെ വിശ്വാസം അടിയുറച്ചതാണോ? അതിൽ മാറ്റങ്ങൾ അനിവാര്യമാണോ? യെസ്, ആതിര ചോദിക്കുന്നത് നമ്മുടെ വിശ്വാസം ഒരിക്കലും മാറ്റാൻ പറ്റാത്തതാണോ, അതിലെന്തെങ്കിലും കൂട്ടിച്ചേർക്കാവോ, എന്തെങ്കിലും വിട്ടുകളയുമോ? ഇതൊക്കെയാണ് അതിൽ ഉദ്ദേശിച്ചത്. അതാണോ ഉദ്ദേശിച്ചത്? ഓക്കെ. അതായത് നമുക്ക് വിശ്വാസം എന്ന് പറയുന്ന അതിൻ്റെ അന്തസത്തയിൽ മാറ്റമില്ല. ദൈവം മനുഷ്യനെ സ്നേഹിക്കുന്നു. മനുഷ്യന് വേണ്ടി ദൈവം രക്ഷാകര പദ്ധതി ഒരുക്കി. ആ രക്ഷാകര പദ്ധതിയുടെ പൂർത്തീകരണം കാൽവരിയിലെ കുരിശിലെ ഈശോയുടെ മരണം ആണ്. ഇതൊക്കെയും വിശ്വാസത്തിൻ്റെ അടിസ്ഥാനങ്ങളാണ്. അതിനകത്തൊന്നും മാറുകയില്ല, മാറ്റാനും പറ്റില്ല. അതേസമയം ഈ വിശ്വാസത്തെ നമ്മൾ വ്യാഖ്യാനിക്കുന്നതിൽ, ആ വിശ്വാസം ആചരിക്കുന്നതിൽ, അതിനോടുള്ള ഭക്തി പ്രകടിപ്പിക്കുന്നതിൽ കാലാനുസൃതമായ വ്യത്യാസങ്ങൾ വരും, ഇല്ലേ? ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ, നേരത്തെ പറഞ്ഞ സ്വകാര്യ വെളിപാടുകളുടെ വെളിച്ചത്തിൽ ചില ഭക്തി രൂപപ്പെട്ടു വരും. വിശുദ്ധ മർഗരീത്ത മറിയത്തിന് ഈശോ പ്രത്യക്ഷപ്പെട്ട് തിരുഹൃദയ ഭക്തി വെളിപ്പെടുത്തി. അതിനുശേഷം തിരുഹൃദയത്തോടുള്ള ഭക്തി നമ്മുടെ വിശ്വാസത്തിൻ്റെ ഭാഗമായി, ഇല്ലേ? നമ്മുടെ എല്ലാം വീടുകളുടെ മുമ്പിൽ ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ രൂപം വെക്കുന്നു. ആ തിരുഹൃദയ രൂപം തന്നെ ഒരുപക്ഷെ മധ്യകാലഘട്ടത്തിലോ ആദ്യ നൂറ്റാണ്ടുകളിലോ ഒന്നും ഇല്ലാത്ത രൂപമാണ്. ആ രൂപം മർഗരീത്ത മറിയത്തിന് ഈശോ വെളിപ്പെടുത്തി കൊടുത്തൊരു രൂപം, ഇല്ലേ? ഇപ്പം കരുണാമയനായ ഈശോയുടെ പടം നിങ്ങൾ കണ്ടിട്ടുണ്ട്, ഇല്ലേ? ഈശോ ഇങ്ങനെ ഉയർത്തി ആശീർവദിക്കുന്നു. ഈശോയുടെ ഹൃദയത്തിൽ നിന്ന് 2 പ്രകാശധാരകൾ പുറപ്പെടുന്നു. ഒന്ന് ചുമന്നതും ഒന്ന് വെളുത്തതുമാണ്. എന്താണ് സൂചിപ്പിക്കുന്നത്? പടയാളികൾ ഒരുവൻ വന്ന് ഈശോയുടെ തിരുവിലാവിൽ കുന്തം കൊണ്ട് കുത്തി. ഉടനെ അവിടെ നിന്ന് രക്തവും വെള്ളവും ഒഴുകി. ആ രക്തത്തെ സൂചിപ്പിക്കുന്നതാണ് ഈ ചുവന്ന പ്രകാശധാര. വെള്ളത്തെ സൂചിപ്പിക്കുന്നതാണ് വെളുത്ത പ്രകാശധാര. അത് നമുക്കറിയാം, പോളണ്ടുകാരിയായ ഫൗസ്തീനാമ്മയ്ക്ക് കിട്ടിയൊരു വെളിപാടാണ്. ആ വെളിപാടിനെ ആധാരമാക്കിയാണ് പിന്നീട് എന്ത് സംഭവിക്കുന്നത്? കരുണാമയനായ ഈശോയുടെ ഭക്തി ലോകം മുഴുവൻ പ്രചരിക്കുന്നു, അല്ലേ? വിശ്വാസത്തിൽ ഒന്നും പുതുതായി കൂട്ടിച്ചേർത്തില്ല. മറിച്ച് ഈശോ മരണസമയത്ത് ഹൃദയം പിളർന്ന് തൻ്റെ സ്നേഹത്തിൻ്റെ സമ്പൂർണത നമുക്ക് വെളിപ്പെടുത്തി തന്നു എന്ന ആ സത്യത്തെ നമ്മൾ കൂടുതൽ മിഴിവോടെ അവതരിപ്പിക്കാൻ ഈ കരുണാമയനായ ഈശോയുടെ ഭക്തി സഹായകമാണ്. ഫ്രാൻസിസ് മാർപ്പാപ്പ വന്നപ്പം പറഞ്ഞു, എനിക്ക് ഉറങ്ങുന്ന യൗസേപ്പിതാവിനോട് പ്രത്യേക ഭക്തിയുണ്ട്. ഞാൻ എന്തെങ്കിലും കാര്യം സാധിക്കണമെങ്കിൽ ഉറങ്ങുന്ന യൗസേപ്പിതാവിൻ്റെ രൂപം എൻ്റെ മുറിയിലുണ്ട്. ഞാൻ ആ കുറിപ്പെഴുതി യൗസേപ്പിതാവിൻ്റെ രൂപത്തിൻ്റെ അടി വെച്ചിട്ട് പോയി കിടന്നുറങ്ങും. യൗസേപ്പിതാവ് നേരം വെളുക്കുമ്പോഴത്തേക്കും അതെനിക്ക് ഗുണകരമാക്കി രൂപപ്പെടുത്തും എന്ന് ഫ്രാൻസിസ് മാർപ്പാപ്പ പറഞ്ഞു. അത് കേട്ടതോടെ മനുഷ്യരെല്ലാവരും യൗസേപ്പിതാവിൻ്റെ ഉറങ്ങുന്ന രൂപം ഉണ്ടാക്കി അതൊരു വലിയ ഭക്തിയായി വളർന്നു. ഇപ്പോൾ അല്ലേ, നിങ്ങൾ കണ്ടിട്ടില്ലേ ഉറങ്ങുന്ന യൗസേപ്പിതാവ്? നമ്മുടെ പല പള്ളികളുടെയും മുമ്പിൽ ഇങ്ങനത്തെ യൗസേപ്പിതാവിൻ്റെ രൂപങ്ങൾ ഉണ്ടാക്കി വെച്ചു. അത് യൗസേപ്പിതാവ് ഉണ്ടായിരുന്നു. ഈശോ മിശിഹായുടെ ഈ ഭൂമിയിലെ പിതാവായി ദൈവം നിയോഗിച്ച ആളാണ് യൗസേപ്പിതാവ്. അതേസമയം ആ ഒരു വിശ്വാസത്തെ ഉറങ്ങുന്ന യൗസേപ്പിതാവിൻ്റെ ഭക്തിയാക്കി വന്നത് പിന്നീട് വന്ന ഒരു കൂട്ടിച്ചേർക്കലാണ്. അത്തരത്തിലുള്ള സ്വകാര്യ വെളിപാടുകളുടെ വെളിച്ചത്തിലുള്ള ഭക്താഭ്യാസങ്ങളുടെ കൂട്ടിച്ചേർക്കൽ സഭയിൽ സ്വാഭാവികമായി സംഭവിക്കും. അല്ലാതെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനങ്ങളിൽ ഒരിക്കലും കൂട്ടിച്ചേർക്കലുകളോ മാറ്റങ്ങളോ സംഭവിക്കും. ഇതാണോ അതിൽ ഉദ്ദേശിച്ചത്? അതെ പിതാവേ, താങ്ക് യു. പിതാവെ, ഇത് സംബന്ധിച്ചൊരു സംശയം സച്ചിനുണ്ട്. സച്ചിൻ്റെ ആ സംശയത്തിന് കൂടി പിതാവ് ഉത്തരം നൽകണം. പിതാവെ, ഇപ്പോൾ വിശുദ്ധ കുർബാനയിൽ കുറച്ച് മാറ്റങ്ങൾ കണ്ടുവരുന്നുണ്ട്. പണ്ട് കാലങ്ങളുണ്ടായിരുന്ന പ്രാർത്ഥനകൾക്ക് പകരം പുതിയ പ്രാർത്ഥനകൾ കടന്നു വരുന്നു. കാലാനുസൃതമായി പുതിയ പ്രാർത്ഥനകൾ ഇനിയും കടന്നു വരുമോ എന്നാണ് എൻ്റെ ചോദ്യം. യെസ്, നേരത്തെ ഞാൻ പറഞ്ഞതിൻ്റെ തുടർച്ച തന്നെയാണ് ഇതിൻ്റെ ഉത്തരം. അതായത് വിശുദ്ധ കുർബാനയുടെ അന്തസത്തയ്ക്ക് മാറ്റമില്ല. അത് ഈശോ മിശിഹായുടെ തിരുശരീര രക്തങ്ങൾ തന്നെയാണ്. അതുപോലെ തന്നെ വിശുദ്ധ കുർബാന ക്രമം എന്ന് പറയുന്നത് അത് ഓരോ റീത്തിലും അതാത് ക്രമങ്ങളുണ്ട്. ഇപ്പോൾ ലത്തീൻ സഭയിൽ ഉള്ള വിവിധ അനാഫറകളുണ്ട്. ആ അനാഫറകളിലൊന്നും മാറ്റമില്ല. അതേസമയം
അതിനെ ഭാഷാപരമായി അടുത്ത കാലത്ത് പരിഷ്കരിച്ചിരുന്നു. സിറോ മലബാർ സഭയിലും ഈ പ്രകാരം വിശുദ്ധ കുർബാന ക്രമം അടുത്ത കാലത്ത് പരിഷ്കരിച്ചു. അങ്ങനെ പരിഷ്കരിച്ചു കഴിഞ്ഞപ്പോൾ അതിൻ്റെ അടിസ്ഥാനപരമായ ഘടനയിലോ അതിൻ്റെ അനാഫറാകളിലോ ഒന്നും ഒരു മാറ്റവും ഇല്ല. മറിച്ച് ഭാഷാപരമായി അതിന് ചില നവീകരണങ്ങൾ, കാലം മാറുന്നതിനനുസരിച്ച് ഭാഷയും അതിൻ്റെ ഉപയോഗക്രമവും ഒക്കെ മാറും ഇല്ലേ, അതിനനുസരിച്ചുള്ള മാറ്റങ്ങൾ ഇവിടെ വരുന്നു. അത് സ്വാഭാവികമായൊരു വളർച്ചയാണ്. അതായത് ഭാഷ എല്ലാ ഒരു 50 കൊല്ലം കൂടുമ്പോഴും നമ്മുടെ വൊക്കാബുലറികൾ വളരെയേറെ മാറുന്നുണ്ട്, പരിഷ്കരിക്കപ്പെടുന്നു. അതിനനുസരിച്ച് നമ്മുടെ പ്രാർത്ഥനകളിലും ആ മാറ്റം സംഭവിക്കുന്നു എന്നുള്ളതാണ് സത്യം. അപ്രകാരമുള്ള മാറ്റം വിശുദ്ധ കുർബാനയിലും സംഭവിച്ചു. ആ വിശുദ്ധ കുർബാന അപ്രകാരമുള്ള മാറ്റങ്ങൾ ഇനിയും ഭാവിയിൽ സംഭവിക്കുമോ എന്നാണ് സച്ചിൻ ചോദിച്ചത്. സംഭവിക്കാതെ നിവൃത്തിയില്ല സച്ചിൻ. കാരണം നമ്മൾ വളരുന്നതിനനുസരിച്ച് നമ്മുടെ സംസ്കാരവും ഭാഷയും വളരുന്നതിനനുസരിച്ച്, ഭാഷ വളരുമെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വാസം വരുന്നില്ലായിരിക്കും. പക്ഷേ ഇന്ന് നിങ്ങൾ ഉപയോഗിക്കുന്ന യൂത്തിൻ്റെ പല വാക്കുകളും ഒരു 15 കൊല്ലം മുമ്പ് 20 കൊല്ലം മുമ്പ് ഞങ്ങൾ യുവജനങ്ങളായിരുന്നപ്പോൾ ഇങ്ങനെ ഒരു വാക്കില്ല. അടിപൊളി എന്ന് നിങ്ങളിപ്പോൾ സാധാരണ പറയും അല്ലേ? എങ്ങനെയുണ്ടായിരുന്നു? ഒരു കാര്യം ഏറ്റവും നല്ലതാണെന്ന് നിങ്ങളുടെ എക്സ്പ്രഷൻ എന്താണ്? അടിപൊളിയാണ് അല്ലേ? അങ്ങനെ ഒരു വാക്ക് അടിപൊളി എന്ന് ഞങ്ങളുടെ കാലത്ത് പറഞ്ഞാൽ ആരുടെയും അടി കൊണ്ട് അവൻ്റെ കവിള് പൊളിഞ്ഞെന്നോ അല്ലെങ്കിൽ വേറെ എന്തോ അടികൂടി പൊളിഞ്ഞു പോയ കാര്യമൊക്കെ അന്നേരം ഓർമ്മ വരും. അതേസമയം നിങ്ങൾ ഉദ്ദേശിക്കുന്നു അവൾ എന്നെ തേച്ചേച്ച് പോയി എന്ന് ഒരിക്കലും ഒരു ചെറുപ്പക്കാരൻ എന്നോട് വന്നു. ഞാൻ അവളോട് പച്ചത്തെറി പറഞ്ഞു. ഞാൻ പറഞ്ഞ തേച്ചകൾ എന്തിനു തെറി പറയുന്നത്? ഞാൻ വിചാരിച്ച് തുണി തേച്ച് കൊടുത്തതല്ലോ ആയിരിക്കും ഉദ്ദേശിച്ചതെന്ന്. പക്ഷേ അത് നിങ്ങളുടെ ഭാഷയാണ് അല്ലേ? ആ ഭാഷ എന്ന് പറയുന്നത് ഒരു 5 കൊല്ലം മുമ്പ് പറഞ്ഞാൽ ചിലപ്പോൾ ആ ഭാഷ ഇവിടെ അറിയാൻ പാടില്ലായിരുന്നു. ചങ്ക് ബ്രോ എന്നൊക്കെ നിങ്ങൾ യുവജനങ്ങൾ പറയാറില്ല. അങ്ങനെ ഒരു ഭാഷ നേരത്തെ ഇല്ല. ഞാൻ പറഞ്ഞു വരുന്നത് ഭാഷയ്ക്ക് ഇങ്ങനെ കാലത്തിനും ദേശത്തിനും പ്രായത്തിനും ആധാരമാക്കിക്കൊണ്ട് നവീകരണങ്ങൾ, കൂട്ടിച്ചേർക്കലുകൾ സംഭവിക്കും. അതുപോലെ കാഴ്ചപ്പാടുകളിൽ, സംസ്കാരത്തിലൊക്കെ ഈ കൂട്ടിച്ചേർക്കലുകൾ നിരന്തരം സംഭവിച്ചുകൊണ്ടായിരിക്കും. ആ കൂട്ടിച്ചേർക്കലുകൾ കാലാന്തരത്തിൽ നമ്മുടെ പ്രാർത്ഥനയിലും വരും, ആരാധനാക്രമത്തിലും വരും. അതാണ് ഈ നവീകരണം എന്ന് പറയുന്നത്. അല്ലാതെ അത് അടിമുടി മാറ്റി വേറെ എന്തോ ഒരു സംഗതിയാക്കി മാറ്റി എന്ന അർത്ഥത്തിൽ ചിലർ ദുർവ്യാഖ്യാനം ചെയ്യുകയും അതിനോട് വഴക്കൂടുകയൊക്കെ ചെയ്യുന്ന നമ്മൾ കാണാറുണ്ട്. പക്ഷേ യഥാർത്ഥത്തിലുള്ളത് ഇത്തരത്തിലുള്ള ചില നവീകരണങ്ങൾ, അതിൻ്റെ ഉറവിടങ്ങളോട് പൂർണ്ണ വിശ്വസ്തത പുലർത്താൻ വേണ്ടിയുള്ള ചില മാറ്റങ്ങൾ, ഇതൊക്കെയാണ് വിശുദ്ധ കുർബാനയുടെ നവീകരണത്തിൽ സംഭവിച്ചത്. താങ്ക് യു പിതാവേ. കഴിഞ്ഞ 2 ചോദ്യങ്ങളിലായി വിശ്വാസത്തിൻ്റെ അന്തസത്തയിൽ മാറ്റമില്ല, അതിൻ്റെ പ്രകടനങ്ങളിലൊക്കെ വരുമ്പോഴാണ് ഒരു മാറ്റവും വളർച്ചയും അത് കാലാനുസരണം സംഭവിക്കുന്നതാണെന്നും പിതാവ് പറഞ്ഞു. തീർച്ചയായിട്ടും നല്ല ചോദ്യങ്ങളും നല്ല ബോധ്യങ്ങൾ നൽകുന്ന ഉത്തരങ്ങളുമായിരുന്നു. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം. അടുത്ത ചോദ്യം ആരാണ് ചോദിക്കുന്നത്? റാണിയാണ് അടുത്ത ചോദ്യം ചോദിക്കുന്നത്. നമുക്ക് റാണിയുടെ ചോദ്യം ഒന്ന് കേൾക്കാം. പിതാവേ, എൻ്റെ പേര് റാണി. മാർപ്പാപ്പമാർ ചില സാഹചര്യങ്ങളിൽ മാപ്പ് പറയാറുണ്ട്. അപ്പോൾ വിശ്വാസത്തിൽ സഭയ്ക്ക് എന്തെങ്കിലും തെറ്റുപറ്റാറുണ്ടോ? യെസ്, മാർപ്പാപ്പമാർ, റാണി വളരെ വിദഗ്ധമായിട്ടാണ് ചോദ്യം ചോദിച്ചത്. മാർപ്പാപ്പമാർ ചിലപ്പോൾ മാപ്പ് പറയാറുണ്ട് അല്ലേ? മാർപ്പാപ്പ എന്നല്ലേ പറഞ്ഞ, മാപ്പാപ്പ എന്നല്ലല്ലോ പറഞ്ഞേ. ചിലർ മാർപ്പാപ്പ മാപ്പ് പറയുന്നത് കൊണ്ട് മാപ്പാപ്പ എന്നാണ് ഇപ്പം പറയുന്നത് എന്നാണ് കളിയാക്കാറുണ്ട്. അങ്ങനെയൊന്നും അല്ലല്ലോ റാണി ഉദ്ദേശിച്ചേ? അല്ലല്ലോ. യെസ്, അപ്പോൾ മാർപ്പാപ്പമാർ ചിലപ്പോൾ മാപ്പ് പറയുന്നു. തെറ്റുപറ്റിയാൽ ക്ഷമ പറയുക. അത് ഒരു വ്യക്തിയുടെ കുലീനത്വമാണ്, ഒരു പ്രസ്ഥാനത്തിൻ്റെ മഹത്വമാണ്. തെറ്റുപറ്റിയെങ്കിൽ തെറ്റാണെന്ന് സമ്മതിക്കും. തെറ്റുപറ്റിയെടുത്ത് കിടന്ന് നിരന്തരം ഉരുളുന്നവർക്ക് അത് മനസ്സിലായെന്ന് വരിക. അവർ മാർപ്പാപ്പായെ കുറ്റം പറഞ്ഞെന്നിരിക്കും. പക്ഷേ നിങ്ങൾ ഇവിടെ വരിക, ഇപ്പം ഈ പറഞ്ഞ റാണി ചോദിച്ച ചോദ്യം, മാർപ്പാപ്പമാർ തെറ്റുപറ്റിയതിന് ക്ഷമ പറയാറുണ്ട്. അതൊരു സത്യമാണ്, പറഞ്ഞിട്ടുണ്ട്, ഇനിയും പറയും.
മാർപ്പാപ്പമാര് ക്ഷമ പറഞ്ഞ ഏതൊക്കെ കാര്യങ്ങളിലാണ്? ഇരുണ്ട യുഗങ്ങളിൽ അന്നത്തെ സഭാ നേതൃത്വം ചില തെറ്റായ നടപടികൾ നടത്തിയിട്ടുണ്ട്. അത് ആ വ്യക്തികൾക്ക് പറ്റിയ തെറ്റാണ്. അത് സഭയുടെ വിശ്വാസത്തിൽ വന്ന തെറ്റല്ലത്. മറിച്ച് ആ വ്യക്തികൾ കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിലോ ആ കാര്യങ്ങൾ വിശദീകരിക്കുന്നതിലോ അത് നടപ്പിലാക്കുന്നതിൽ വീഴ്ച വരുത്തിയവർക്കെതിരായി നടപടിയെടുക്കുന്നതിലോ വലിയ അബദ്ധങ്ങൾ കാണിച്ചിട്ടുണ്ട്. അത് തെറ്റായിപ്പോയി. അതുപോലെ തന്നെ ചില സഭാ നേതൃത്വത്തിൻ്റെ വൈദികരുടെ ഭാഗത്ത് നിന്ന് തെറ്റായ പ്രവർത്തികൾ സംഭവിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ അമേരിക്കൻ ഐക്യനാടുകളിൽ, അതുപോലെ തന്നെ യൂറോപ്പിൽ ഒക്കെയും ഓസ്ട്രേലിയയിൽ ഒക്കെ സഭ തന്നെ അന്വേഷണ കമ്മീഷനെ വെച്ചു. കഴിഞ്ഞ 50 കൊല്ലത്തിനിടയിൽ ഏതെങ്കിലും കുട്ടികൾക്കോ മറ്റ് പ്രായപൂർത്തിയാകാത്തവർക്കോ സ്ത്രീകൾക്കോ വൈദികരുടെയോ സഭാ ജീവനക്കാരുടെയോ ഭാഗത്ത് നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള അപമര്യാദയായ പ്രവൃത്തി ഉണ്ടായിട്ടുണ്ടോ എന്നറിയാൻ എല്ലാ രാജ്യങ്ങളിലെയും സഭാ നേതൃത്വം ബിഷപ്സ് കോൺഫറൻസ് കമ്മീഷനെ വെച്ചു. ആ കമ്മീഷൻ്റെ റിപ്പോർട്ട് അവർ പുറത്തു വിട്ടു. ഒന്നും ഒളിച്ചു വെച്ചില്ല. ജർമ്മനിയിൽ പുറത്തു വന്നപ്പോൾ 14,000 പേര് ഇങ്ങനെ പീഡനങ്ങൾക്ക് ഇരയായി എന്ന വാർത്ത. അതൊരു പോലീസും അന്വേഷിച്ച് കണ്ടുപിടിച്ചതല്ല. അത് അന്വേഷിച്ച് കണ്ടുപിടിച്ചത് ആരാണ്? സഭാ നേതൃത്വം തന്നെയാണ്. നമ്മുടെ മലയാളത്തിലെ മാധ്യമങ്ങൾ അതും പറഞ്ഞുകൊണ്ട് നിരന്തരമായി സഭയെ വേട്ടയാടുകയാണ്. സഭ മുഴുവനും തകർന്നു, കണ്ടോ സഭയിൽ ഇത്രയും പീഡകന്മാരുണ്ടായി. ആ പീഡനം ശരിയാണെന്നോ പീഡിപ്പിച്ചവരെ ന്യായീകരിച്ചോ അല്ല ഞാൻ പറയുന്നത്. പക്ഷേ അപ്രകാരം തെറ്റ് പറ്റി എന്ന് മനസ്സിലായാൽ അത് കൃത്യമായി അന്വേഷിച്ച് നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവന്ന് നടപടിയെടുക്കാനും തെറ്റിനെ തെറ്റ് എന്ന് വിളിക്കാനും ആർജവത്വമുള്ള ഒരേ ഒരു സംവിധാനം പരിശുദ്ധ കത്തോലിക്കാ സഭയാണ് എന്ന് യുവജനങ്ങളായ നിങ്ങൾ മനസ്സിലാക്കണം. അത് സഭയുടെ കുലീനത്വമാണ്. ആ കുലീനത്വത്തെയാണ് ഇവിടുത്തെ ചില മാധ്യമങ്ങൾ ചോദ്യം ചെയ്യുന്നത്. ഓസ്ട്രേലിയയുടെ റിപ്പോർട്ട് ഈ അടുത്ത കാലത്താണ് വന്നത്, ജർമ്മനിയുടെ അടുത്ത കാലത്താണ് വന്നത്, കാനഡയിൽ ചില വാർത്തകൾ അടുത്ത കാലത്ത് പുറത്തു വന്നു. ഇതെല്ലാം എന്താണ്? സഭ തന്നെ നിയമിച്ച കമ്മീഷനുകളുടെ റിപ്പോർട്ടുകളാണ്. ഇത്രയും തെറ്റ് സഭയുടെ ഭാഗത്തുനിന്ന് പറ്റി എന്ന് തന്നെ സഭ കൃത്യമായി വെളിപ്പെടുത്തി. അതിന് പരിശുദ്ധ പിതാവ് ഇത് പലതും ഇന്ന് പരിഹരിക്കാൻ മേലാത്തവരാണ്. കാരണം 10-100 കൊല്ലം മുമ്പ് സംഭവിച്ച കാര്യങ്ങൾക്ക് ഇന്നെങ്ങനെ നമ്മൾ പരിഹാരം ചെയ്യുന്നു? അതിനാകെ കൂടിയുള്ള പരിഹാരം ഞങ്ങളുടെ വൈദികരുടെ ഭാഗത്തുനിന്ന് ഇങ്ങനെ സംഭവിച്ച തെറ്റുകൾക്ക് നിങ്ങൾ മാപ്പ് തരണം എന്ന് പരിശുദ്ധ പിതാവ് അനുതാപത്തോടെ കണ്ണുനീരോടെ ആ സമൂഹങ്ങളോട് മാപ്പ് ചോദിച്ചിട്ടുണ്ട്. അത് സഭയുടെ കുറവല്ല, അത് സഭയുടെ മഹത്വമാണ്, കുലീനത്വമാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ മനസ്സിലാക്കുക, ഇത്തരം മാപ്പപേക്ഷകളാണ് സഭാപിതാക്കന്മാർ അല്ലെങ്കിൽ മാർപ്പാപ്പമാർ നടത്തിയിട്ടുള്ളൂ. അല്ലാതെ പരിശുദ്ധ ത്രിത്വത്തിൽ 3 ആളുകളുണ്ട് എന്ന് ഞങ്ങൾ പഠിപ്പിച്ച് തെറ്റിപ്പോയി, ക്ഷമിക്കണേ എന്നും പറഞ്ഞ് ഏതെങ്കിലും മാർപ്പാപ്പ ആരോടെങ്കിലും ക്ഷമ ചോദിച്ചോ? ഈശോ കുരിശേ മരിച്ചു എന്ന് പറഞ്ഞ് ഞങ്ങൾക്ക് പറ്റിയൊരു അബദ്ധമാണ്. മരിച്ചില്ല കേട്ടോ, ചെറിയൊരു പീഡനമൊക്കെ ഉണ്ടായുള്ളൂ, ഇതുവരെ ഞങ്ങൾ പറഞ്ഞ് തെറ്റിപ്പോയി എന്ന് പറഞ്ഞ് ആരെങ്കിലും മാപ്പ് ചോദിച്ചോ? ചോദിക്കുകയല്ല. അതായത് സത്യവിശ്വാസത്തിൻ്റെ അടിസ്ഥാന പ്രമാണങ്ങളിൽ സഭയ്ക്ക് തെറ്റ് പറ്റില്ല. വിശിഷ്യ വിശ്വാസത്തെയും സന്മാർഗത്തെയും സംബന്ധിച്ച് പരിശുദ്ധ പിതാവ് പരിശുദ്ധാത്മാവിനാൽ പ്രേരിതനായി മാർപ്പാപ്പ എന്ന അധികാരത്തോടെ പഠിപ്പിക്കുമ്പോൾ പരിശുദ്ധ പിതാവിന് തെറ്റ് പറ്റില്ല എന്ന് നമ്മൾ വിശ്വസിക്കുന്നു. അതിനെയാണ് പാപ്പായുടെ തെറ്റാവരം അഥവാ അപ്രമാദിത്വം, ഇൻഫാളിബിലിറ്റി എന്ന് നമ്മൾ വിശ്വസിക്കുന്നു. അത് എല്ലാ മാർപ്പാപ്പമാർക്കും ഉണ്ട്. അത് മാർപ്പാപ്പമാരുടെ വ്യക്തിപരമായ ഗുണമല്ല. ഏതെങ്കിലും മാർപ്പാപ്പായുടെ വലിയ ജ്ഞാനം കൊണ്ട് അദ്ദേഹത്തിന് തെറ്റുപറ്റിയാലെന്നല്ല നമ്മൾ വിശ്വസിക്കുന്നത്. മറിച്ച് ക്രിസ്തുവിൻ്റെ വികാരിയായി പരിശുദ്ധ മാർപ്പാപ്പയായി പത്രോസിൻ്റെ സിംഹാസനത്തിലിരുന്ന്
ക്രിസ്തുവിൻ്റെ ജനത്തെ പഠിപ്പിക്കുമ്പോൾ ആ മാർപ്പാപ്പയിലൂടെ സംസാരിക്കുന്നത് പരിശുദ്ധാത്മാവാണ് എന്നും ആ പരിശുദ്ധാത്മാവിന് തെറ്റുപറ്റില്ല എന്നുള്ളതിനാൽ പരിശുദ്ധ പിതാവിനും തെറ്റുപറ്റില്ല എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. മനസ്സിലാവുന്നത്? അതാണ് സഭയുടെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനം. അതുകൊണ്ട് മാർപ്പാപ്പമാർ ക്ഷമ പറഞ്ഞു എന്നുള്ളത് എന്തോ വലിയ അപരാധമായിട്ട് പലരും പലയിടത്തും ചിത്രീകരിക്കുന്നുണ്ട് എന്നുള്ളത് സത്യമാണ്. പക്ഷേ മനസ്സിലാക്കുക, അത് സഭയുടെ മഹത്വമാണ്. ഒരുപക്ഷെ ഈ ഭൂമിയിൽ തിരുസഭയ്ക്ക് മാത്രം പ്രകടമാക്കാവുന്ന കുലീനത്വമാണത് എന്ന് നിങ്ങൾ യുവജനങ്ങൾ തിരിച്ചറിഞ്ഞാൽ. താങ്ക് യു പിതാവേ. പിതാവെ, ആ ചോദ്യത്തോട് കൂട്ടിച്ചേർത്തുകൊണ്ട് ഒരു ചോദ്യം ഞാൻ ചോദിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഇന്നത്തെ കാലഘട്ടത്തിൽ സഭാ നേതൃത്വം തങ്ങളുടെ തെറ്റുകൾ ഏറ്റുപറയുമ്പോൾ നവമാധ്യമങ്ങളിലൂടെ ഒത്തിരിയേറെ പേർ സഭാ നേതൃത്വത്തെ അവഹേളിക്കാനും അതുപോലെ തന്നെ മാധ്യമങ്ങൾ അത് ഏറ്റെടുത്ത് വലിയൊരു വിപ്ലവമായി മാറ്റുന്നതായിട്ടും നമ്മുടെ ഇന്നത്തെ സോഷ്യൽ മീഡിയസിലെല്ലാം നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ കാലഘട്ടത്തിൽ സഭാ നേതൃത്വങ്ങൾ ടാർഗറ്റഡ് ആണോ അതെയോ എന്ന് പിതാവ് ഒന്ന് പറയാവോ? യെസ്, സഭാ നേതൃത്വം ഇന്ന് വളരെയധികം ടാർഗറ്റഡ് ആണ് എന്നുള്ളത് സത്യമാണ്. അതെന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ, ഇന്നും ഈ ഭൂമിയിൽ ധാർമ്മികതയുടെ ശബ്ദമായി നിലകൊള്ളുന്നത് പരിശുദ്ധ സഭയാണ്. തെറ്റിനെ തെറ്റ് എന്ന് പറയാൻ, ശരിയെ ശരിയെന്ന് വിളിക്കാൻ, കലർപ്പില്ലാത്ത നന്മയുടെ സ്വരം എന്ന് പറയുന്നത് തിരുസഭയിലൂടെയുള്ള ദൈവാത്മാവിൻ്റെ സ്വരം മാത്രമാണ്. അതുകൊണ്ട് തന്നെ ആ സ്വരത്തിൻ്റെ മൂല്യം എങ്ങനെയും ഇകഴ്ത്തി കാണിക്കുക എന്നുള്ളത് തിന്മയുടെ ശക്തികളുടെ ഒരു ആവശ്യമാണ്. അതാണ് പലപ്പോഴും സഭാ നേതൃത്വം ടാർഗറ്റഡ് ആകുന്നതിൻ്റെ അടിസ്ഥാന കാരണം എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. തീർച്ചയായും പിതാവെ, വളരെ മനോഹരമായ ഒരു മറുപടി തന്നെയായിരുന്നു ഇത്. സഭാ നേതൃത്വത്തിനെതിരെ വിമർശിക്കുന്നവർക്ക് ഒരു ബോധ്യമായി ഈ ഒരു മറുപടി മാറട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. താങ്ക് യു വെരി മച്ച്. ഒത്തിരിയേറെ നല്ല ചോദ്യങ്ങൾക്ക് ഈ എപ്പിസോഡിൽ നമ്മൾ ഉത്തരങ്ങൾ കേട്ടു. തീർച്ചയായിട്ടും വിശ്വാസം കൈമാറ്റം ചെയ്യപ്പെടേണ്ടതാണെന്നും അത് നമുക്ക് കലർപ്പില്ലാതെ ലഭിച്ചതാണെന്നും അതിൻ്റെ അന്തസത്തയിൽ യാതൊരു മാറ്റവുമില്ലെന്നുമെല്ലാം പിതാവ് ഈ എപ്പിസോഡിലൂടെ നമ്മളെ ഓർമ്മിപ്പിച്ചു. തീർച്ചയായിട്ടും ഇന്നത്തെ ഈ ചോദ്യങ്ങൾക്ക് അതിശക്തമായ ഭാഷയിൽ സഭയ്ക്ക് വേണ്ടി ഉത്തരം നൽകിയ അഭിവന്ദ്യ പാമ്പ്ളാനി പിതാവിന് ഹൃദയപൂർവ്വം നന്ദി പറയുന്നു. ഒപ്പം നല്ല ചോദ്യങ്ങളിലൂടെ ഈ സെക്ഷനെ മനോഹരമാക്കി തീർത്ത നിങ്ങൾ യുവജന സുഹൃത്തുക്കൾക്കും സ്നേഹത്തോടെ നന്ദി പറയുന്നു. ഇതോടെ യുക്യാറ്റിൻ്റെ ഈ എപ്പിസോഡ് ഇവിടെ വിടവാങ്ങുന്നു. കൂടുതൽ ചോദ്യങ്ങളുമായി നല്ല ഉത്തരങ്ങളുമായി നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം.